നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നയാളുടെ ശല്യം മൂലം ബസ് ജീവനക്കാരും യാത്രക്കാരും ശുചീകരണ തൊഴിലാളികളും കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതി. ബസ് സ്റ്റാൻഡിൽ മദ്യപ ശല്യവും. അതിഥി തൊഴിലാളികളുടെ അന്യായമായ കൂലി വർധനവിനെതിരെ സംഘടിച്ച് നിർമ്മാണ മേഖലയിലുള്ളവർ. കൂത്തുപറമ്പ് മേഖല കേന്ദ്രീകരിച്ച് തൊഴിൽദാതാക്കൾ ഒത്തുചേർന്നു. ഒടുവിൽ ഡബിൾ ബെൽ. UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായ KSRTCയിൽ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് സംസ്ഥാനത്ത് തുടക്കം. പാർട്ടി പ്രവർത്തകർ ഭരണകാര്യത്തിൽ സ്തുതിപാഠകരാകരുതെന്ന് മന്ത്രി KM ഷാജി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ കണ്ടാൽ സംഘടനാ രീതിയിൽ വിമർശകരായി ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നയാളുടെ ശല്യം മൂലം ബസ് ജീവനക്കാരും യാത്രക്കാരും ശുചീകരണ തൊഴിലാളികളും കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതി. മാഹി ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്തിയിടുന്ന ട്രാക്കിലാണ് ഈ സാമൂഹ്യ പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. രാവിലെ സർവീസ് ആരംഭിക്കുന്നതിന് മുൻപ് ട്രാക്ക് വൃത്തിയാക്കാനെത്തുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് മലിനമായ പരിസരം കാരണം ഏറെ പ്രയാസമാണ് നേരിടേണ്ടി വരുന്നത്. ദിവസേന മലമൂത്ര അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കാരണം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും വലിയ രീതിയിലുള്ള ദുർഗന്ധത്തിനും ഇടയാക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു. യാത്രക്കാർ കാത്തുനിൽക്കുന്ന സ്ഥലത്തിന് സമീപത്താണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നും ഇത് ബസ് സ്റ്റാൻഡിന്റെ ശുചിത്വത്തെയും പൊതുജനാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതായും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ കാര്യം പെടുത്തിയെങ്കിലും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. ഇതിനോടൊപ്പം രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മദ്യപ സംഘങ്ങളുടെ ശല്യവും വർദ്ധിച്ചു വരുന്നതായി ബസ് ജീവനക്കാർ ആരോപിക്കുന്നു. മദ്യപാനത്തിനു ശേഷം കുപ്പികളും മറ്റു മാലിന്യങ്ങളും ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപേക്ഷിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇതുമൂലം രാവിലെ എത്തുന്ന യാത്രക്കാർക്കും തൊഴിലാളികൾക്കും അസൗകര്യം നേരിടേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ട്രാക്കിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ബസിന്റെ ചില്ല സാമൂഹ്യവിരുദ്ധർ തകർത്ത സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തലശ്ശേരി കണ്ണൂർ റൂട്ടിലോടുന്ന ശ്രീറാം ബസിന്റെ ചില്ലാണ് തകർത്തത്. രാത്രി ട്രിപ്പ് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടതായിരുന്നു ബസ്. രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് ചില്ല് തകർത്തതായി കണ്ടത്. ഇത്തരം സംഭവങ്ങൾ ബസ് ജീവനക്കാർക്ക് കടുത്ത ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ബസ് ജീവനക്കാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും CCTV നിരീക്ഷണം കാര്യക്ഷമമാക്കണമെന്നും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജീവനക്കാരും യാത്രക്കാരും ഒരുപോലെ ആവശ്യപ്പെടുകയാണ്. പൊതുജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന തലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോജിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽ വിലങ്ങിൽ പറഞ്ഞു. തലശ്ശേരി നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാറാണ് സംസാരിക്കുന്നത്. ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് വന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്തും മദ്യപിച്ചും കിടക്കുന്നതായിരുന്നു. തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം വൻ വെല്ലുവിളിയാണ് നേരിടുന്നത്. എന്നും ഇത് വൃത്തിയാക്കാനുമായിട്ട് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ സമയം ഞങ്ങൾക്ക് ചിലവാകുന്നുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് ഇവിടെ മദ്യം എത്തിച്ചു കൊടുക്കുകയും അതേമാതിരി തന്നെ ഭക്ഷണം അടക്കം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികളും കൂടെ ഇവിടെ കൂട്ടമായിട്ട് വന്നിരിക്കുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ബസ്സിൻ്റെ ചില്ലടക്കം തന്നെ ഇവരെ അടിച്ചു പൊട്ടിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ ഇവിടുന്ന് മാറ്റിത്തരണമെന്ന് വിനീതമായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നു. അതിഥി തൊഴിലാളികളുടെ അന്യായമായ കൂലി വർധനവിനെതിരെ നിർമ്മാണ മേഖലയിലുള്ളവർ സംഘടിക്കുന്നു. കൂത്തുപറമ്പ് മേഖല കേന്ദ്രീകരിച്ചാണ് തൊഴിൽദാതാക്കൾ ഒത്തുചേർന്നത്. കൂത്തുപറമ്പ് ഹൈസ്കൂൾ തൊക്കിലങ്ങാടിയിൽ ചേർന്ന കൂട്ടായ്മ നഗരസഭാ കൗൺസിലർ K. സുധീർ ഉദ്ഘാടനം ചെയ്തു. അതിഥി തൊഴിലാളികളുടെ അന്യായമായ കൂലി വർധനവിനെതിരെയാണ് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അന്യായമായ കൂലി വർധനവ് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് ഈ മേഖലയിലുള്ളവർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒത്തുകൂടിയത്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺട്രാക്ടർമാർ, സൂപ്പർവൈസർമാർ, തൊഴിൽദാതാക്കൾ എന്നിവരുടെ
നേതൃത്വത്തിലായിരുന്നു കൂട്ടായ്മ. കൂത്തുപറമ്പ് മേഖല കേന്ദ്രീകരിച്ചാണ് തൊഴിൽ ദാതാക്കൾ ഒത്തുചേർന്നത്. കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹൈസ്കൂളിൽ നടന്ന കൂട്ടായ്മ നഗരസഭാ കൗൺസിലർ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു. വി മഹേഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളായ കെ രാജൻ, എ രഞ്ജിത്ത്, എ അശോകൻ, അജേഷ്, മോഹനൻ, ടി ദിനേശൻ, ശിവദാസൻ എന്നിവർ സംസാരിച്ചു. UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായ KSRTCയിൽ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയുടെ തലശ്ശേരി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു. തലശ്ശേരി വിരാജ്പേട്ട റൂട്ടിലോടുന്ന KSRTC ബസ്സിൽ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ തലശ്ശേരി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ TV റാഷിദ ടീച്ചർ നിർവഹിച്ചു. അഭിമാനകരമായ ഒരു ചരിത്ര നിമിഷത്തിനാണ് ഞങ്ങളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. അതിയായ സന്തോഷം ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. കാരണം നിരവധി വാഗ്ദാനങ്ങൾ നമ്മുടെ സർക്കാർ, കേരള സർക്കാർ നമുക്ക് നൽകിയിരുന്നു. അതിൽ വളരെ ചരിത്രപരമായ ഒരു വാഗ്ദാനമാണ് ഇന്ന് നിറവേറ്റിയിരിക്കുന്നത്. വാഗ്ദാനങ്ങൾ വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് എന്ന് നമ്മുടെ സർക്കാർ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സ്ത്രീ സമൂഹത്തിന് വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. തീർച്ചയായിട്ടും അമ്മമാർക്കും സഹോദരിമാർക്കും നമ്മുടെ സർക്കാർ നൽകിയ വാക്ക് ഇവിടെ പാലിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു. ഇനി അങ്ങോട്ട് ഇന്നു മുതൽ നമ്മുടെ KSRTCയിൽ 4000-ലധികം ബസ്സുകൾ ഉണ്ടെങ്കിലും അതിൽ 3000-ൽ പരം ബസ്സുകളിൽ സൗജന്യ യാത്ര ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നഗരസഭ വാർഡ് കൗൺസിലർ നൂറ ടീച്ചർ റിബൺ മുറിച്ച് ബസ്സിലേക്ക് പ്രവേശിച്ചു. KSRTC സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മാത്രമല്ല, ഇതൊരു അംഗീകാരം കൂടിയാണ്. അപ്പോൾ നിലവിൽ 2026 നടന്ന ഏപ്രിൽ മാസത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ 5 അജണ്ടകളാണ് നമ്മളെ മുന്നിൽ UDF വെച്ചിട്ടുള്ളത് പ്രകടന പത്രികയിൽ. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതിന്ന് ജൂൺ 11-ാം തീയതി പൂവണിയാണ്. അപ്പോൾ ഏറ്റവും അഭിമാനകരമായ ദിവസമാണ് സ്ത്രീകളെന്ന നിലയിൽ നമുക്ക്. നഗരസഭാ കൗൺസിലർ VA രമ്യ ആദ്യ ടിക്കറ്റ് കൈമാറി. MP അരവിന്ദാക്ഷൻ, PM പ്രദീപ് കുമാർ, N സുഭാഷ്, മഹമ്മൂദ്, അഡ്വക്കേറ്റ് CT സജിത്ത്, കൗൺസിലർമാരായ ഷാലിമ ടീച്ചർ, NP സെറീല, മുസേറ കരിയാടൻ, KC സനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൗൺസിലർമാരും വനിതാ പ്രതിനിധികളും ബസ്സിൽ നഗരത്തിലൂടെ യാത്ര ചെയ്തു. മധുരപലഹാര വിതരണവുമുണ്ടായി. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ കൂത്തുപറമ്പ് മണ്ഡലം തല ഉദ്ഘാടനവും സ്വീകരണവും പാനൂരിൽ നടന്നു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റജുല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല, വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP സമീറ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സെക്രട്ടറി എബിൻ ജോസ്, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, CDS അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ബസ്സിനെ വരവേറ്റത്. സമൂഹത്തിൽ സുരക്ഷിതത്വവും സൗജന്യമായ യാത്രയിലൂടെ നല്ലൊരു സാമൂഹ്യപരമായിട്ടുള്ള നല്ലൊരു മാറ്റമാണ് സ്ത്രീ സമൂഹത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതുമൂലം നമ്മുടെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കും അവരുടെ തൊഴിൽ മേഖലകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും കരുത്തോടെ മുന്നേറുവാൻ ഇത്തരത്തിലുള്ള യാത്രാഭാരം ഒന്നുമില്ലാതെ നല്ല രീതിയിലുള്ള ഒരു പുരോഗമന സ്ത്രീ സമൂഹത്തിൽ ഉണ്ടാകുവാൻ ഈ ഒരു പദ്ധതി മുഖേന സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള വലിയൊരു പുരോഗതിയും വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റവുമാണ് നമ്മുടെ ഈ സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്നത്. പാനൂർ മേഖലയിലെ എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ പുസ്തകക്കൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സൗഹൃദ സംഗമവും PK പ്രവീൺ MLAക്ക് സ്വീകരണവും നൽകി. പ്രശസ്ത ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാനൂർ പുസ്തകക്കൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സൗഹൃദ സംഗമവും PK പ്രവീൺ MLAക്ക് സ്വീകരണവും നൽകി. പ്രശസ്ത ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കർമ്മമേഖലകളുടെ മാതൃകകൾ തുടർന്ന് നടത്താനുള്ള ഉത്തരവാദിത്വം PK പ്രവീണിനുണ്ട്. PK പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ കക്ഷികളിലെ 3 കക്ഷികളിൽ ഒരു കക്ഷിയുടെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്, ഒരുപാട് പ്രവർത്തന സ്വാതന്ത്ര്യവുമുണ്ട്. ഞാൻ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. ഒരു MLA എന്ന നിലയിൽ പ്രായത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് ഉപദേശമല്ല എനിക്ക് പറയാനുള്ളത്, ജനപ്രിയനായ ഒരു MLA ആയി ഈ 5 വർഷം പ്രവീണിന് പ്രവർത്തിക്കാൻ കഴിയണം. രണ്ടാമത്, കേരളത്തിൻ്റെ മാത്രമല്ല പോത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തെക്കുറിച്ചുള്ള ആസൂത്രണവും അതിനുള്ള പ്രവർത്തനങ്ങളും നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും പ്രവീണിനുണ്ടാവണം. ഡോക്ടർ KV ശശിധരൻ PK പ്രവീൺ MLA ആദരിച്ചു. ഡോക്ടർ TK അനിൽകുമാർ, ജയപ്രകാശ് പാനൂർ എന്നിവർ ചേർന്ന് പുസ്തകക്കൂട്ടിൻ്റെ ഉപഹാര സമർപ്പണമായി പുസ്തകങ്ങൾ PK പ്രവീൺ MLAക്ക് സമ്മാനിച്ചു. MLA എന്ന നിലയിൽ തനിക്ക് ലഭിച്ച ഏറ്റവും നല്ല സ്നേഹസമ്മാനമാണ് ഈ പുസ്തകങ്ങളെന്ന് മറുപടി പ്രസംഗത്തിൽ PK പ്രവീൺ MLA പറഞ്ഞു. അതുപോലെ ഉപഹാരം എൻ്റെ വീട്ടിലിപ്പം മൊമെൻ്റോ കൊണ്ടും ഷാള് കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും വിലപ്പെട്ട ഒരു ഉപഹാരം എന്ന നിലയിലാണ് നിങ്ങൾ ഈ തന്നത്, പുസ്തകം തന്നത്. അതിനാദ്യമായി ഒരു നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. പക്ഷെ നിങ്ങളുടെ ഉപദേശവും വേണം. തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താനുള്ള പിന്തുണയുമാണ് ആവശ്യം. ഇപ്പോൾ തെറ്റായ രീതിയിൽ എന്തെങ്കിലും നടപടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് തിരുത്തേണ്ടത്. ഇതേപോലെ തെറ്റുകാരല്ല പോകുന്നത്. ചിലപ്പോൾ രാഷ്ട്രീയമായി കാണുന്നവർ അത് ചിലപ്പോൾ മറു രീതിയിൽ ഉപയോഗിക്കും. പക്ഷെ സൗഹൃദ ബന്ധത്തിനും സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിത് തെറ്റ് കാണിച്ചുകൊണ്ട് അത് പരിഹരിക്കാനുള്ള നടപടിയാണ്. അപ്പോൾ ആ നടപടി നിങ്ങളിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പാനൂർ KKB മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ തലശ്ശേരി മേഖലാ പ്രസിഡന്റ് പവിത്ര മുഖേരി അധ്യക്ഷനായി. റിട്ടയർഡ് DO CK സുനിൽകുമാർ, എഴുത്തുകാരായ പ്രേമൻ ഇല്ലത്ത്, ജ്യോതി കേളോത്ത്, അനിരുദ്ധൻ എട്ടുവീട്ടിൽ, രാജേന്ദ്രൻ തായാട്ട്, KV മുകുന്ദൻ, വിനോബ ബാബു, VK ബിജി, MCV ഗഫൂർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പാർട്ടി പ്രവർത്തകർ ഭരണകാര്യത്തിൽ സ്തുതിപാഠകരാകരുതെന്ന് മന്ത്രി KM ഷാജി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ കണ്ടാൽ സംഘടനാ രീതിയിൽ വിമർശകരായി ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പാനൂരിനടുത്ത പുല്ലൂക്കര മുക്കിൽപീടികയിൽ KK മൻസൂർ രക്തസാക്ഷി അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂരിനടുത്ത മുക്കിൽപീടികയിൽ കൊല്ലപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ 5ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. 2 ദിവസങ്ങളിലായാണ്
ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പ്രവർത്തകർ സ്തുതിപാഠകരായി മാറാതെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണമെന്നും സംഘടനാ രീതികൾ പാലിച്ചുകൊണ്ട് വിമർശിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നിങ്ങൾ എന്ത് തരത്തിലുള്ള ഭരണമായിരുന്നോ ആഗ്രഹിച്ചത്, ആ ഭരണം അതുപോലെ നടന്നു കിട്ടാനുള്ള നല്ല വിമർശകരായി, നിർദ്ദേശകരായി, ഉപദേശകരായി തന്നെയാണ് പൊതുപ്രവർത്തനം നടത്തേണ്ടത്. ഭരണകർത്താക്കൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കാനുള്ള ബാധ്യതയൊന്നും അനുയായികൾക്കില്ല, പാർട്ടിയിലെ പ്രവർത്തകന്മാർക്കുമില്ല. അങ്ങനെ വിചാരിക്കുന്ന പാർട്ടിയല്ല ലീഗ് രാഷ്ട്രീയ പാർട്ടി. ഭരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയാൽ പാർട്ടിയുടെ മീറ്റിങ്ങുകളിൽ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ അത് അറിയിക്കേണ്ട ആളുകളെ ജനാധിപത്യപരമായി അറിയിക്കാനുള്ള അവസരങ്ങളിൽ അറിയിച്ചുകൊണ്ട് തന്നെ, തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് തന്നെ, അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇനിയുള്ള കാലഘട്ടം. സ്തുതിപാടി നടക്കുകയുമല്ല ചെയ്യേണ്ടത്. വിചാരിക്കുന്നതല്ല സംഭവിക്കുന്നതെങ്കിൽ, വിചാരിക്കുന്ന രൂപത്തിലല്ല ഭരണം പോകുന്നതെങ്കിൽ അതിനെ നേർവഴിക്കാക്കുവാൻ, കറക്റ്റ് ചെയ്യുവാൻ, സംഘടനാപരമായ രീതിയിൽ തന്നെ വിമർശിക്കുവാൻ പാർട്ടി പ്രവർത്തകന്മാർ അവരുടെ ഉത്തരവാദിത്തത്തെ കാണിക്കണമെന്നാണ്. അതല്ലാതെ സംഘടനാപരമല്ലാത്ത രീതികളിൽ ചെയ്യാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് PP സലാം അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ, യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂർ ഡെപ്യൂട്ടി മേയർ KP താഹിർ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി, പാനൂർ നഗരസഭ മുൻ ചെയർമാൻ V നാസർ മാസ്റ്റർ, പാനൂർ നഗരസഭ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷദ് ടീച്ചർ, MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CK നജാഫ്, T മൗറൂഫ്, MC അൻവർ, EM ബഷീർ, NP മുനീർ, നൌഷാദ് അണിയാരം, PK അലി, ആവോലം ബഷീർ, EA നാസർ, യൂനുസ് പട്ടാടം, റാഫി കണ്ടോത്ത്, നൌഫൽ പനോൾ, മുഹമ്മദ് പൂന്തോട്ടം, MPK അയൂബ്, EA സമദ്, MTK സുലൈഖ, CK നാസർ, കൊമ്പൻ ഉമ്മർ, മൂസിൻ പാറാൽ, VP അഷ്റഫ്, അൽഫാൻ പെരിങ്ങത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക CNG വിലവർദ്ധനവിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും STUവിന്റെയും നേതൃത്വത്തിൽ തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. പാചകവാതക CNG വില വർധനവിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും STUവിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു ലിറ്റർ ഡീസൽ നേരത്തെ നമ്മൾ 100 തികഞ്ഞപ്പോൾ സെഞ്ചുറി തികച്ചു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു പ്രവാസികൾ. പക്ഷെ അത് അവിടെ നിൽക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൽ 113-ലും 115-ലും എത്തി നിൽക്കുകയാണ് പെട്രോളിൻ്റെ വില. അതുപോലെ തന്നെ ഡീസലായാലും അതുപോലെ തന്നെ പാചകവാതകമായാലും 932, 35, 940 രൂപയോളമാണ് കണ്ണൂർ ജില്ലയിൽ ഇന്ന് പാചകവാതകത്തിന് ഗാർഹിക ഗ്യാസിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ 1000-ലേക്ക് തൊട്ടടുത്ത ദിവസം എന്നാണ് വീട്ടമ്മമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. V ജലീൽ അധ്യക്ഷത വഹിച്ചു. K മെഹറൂഫ്, നസീർ പൂക്കോട്, AT റഫീഖ്, KT മൊയ്തു, BM ബഷീർ, AP മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ,
ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: ബികോം ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 813806-188, 965-681-3834, 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ
സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023222803, 9497360333.